ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ ആരുടെയും സഹായം കിട്ടിയില്ലെന്ന് ജയിൽ ഡിഐജി വി ജയകുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട്. ജീവനക്കാരോ തടവുകാരോ സഹായിച്ചതിന് തെളിവില്ല. രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടിനടക്കം വീഴ്ച സംഭവിച്ചെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അഴി എങ്ങനെ മുറിച്ചു മാറ്റിയെന്നറിയാൻ ശാസ്ത്രീയ പരിശോധന വേണമെന്നും ഇന്നലെ രാത്രി ജയിൽ ഡിജിപിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. ജയിലിലെ സ്ഥിരം പ്രശ്നക്കാരനായ ഗോവിന്ദച്ചാമിയെ ആരും സഹായിച്ചിട്ടില്ല. ഒറ്റയ്ക്കാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. ജീവനക്കാരോ സഹതടവുകാരോ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം അറിഞ്ഞില്ലെന്ന് സംഭവം അന്വേഷിച്ച ജയിൽ ഡിഐജിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഗോവിന്ദച്ചാമിയെ ജയിൽ ചാടാൻ സഹായിച്ചെന്ന ആരോപണങ്ങൾക്ക് തെളിവില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ഗോവിന്ദച്ചാമിയുടെ വലതു കൈക്ക് അസാമാന്യ കരുത്തുണ്ട്. സഹതടവുകാരുടെ കഴുകാനിട്ട തുണി ഉപയോഗിച്ചാണ് ജയിൽ ചാടിയത്. സെല്ലിൽ എലി കടക്കാതിരിക്കാൻ തുണി വേണമെന്ന് ജയിൽ അധികൃതരോട് ഗോവിന്ദച്ചാമി ചോദിച്ചെങ്കിലും നൽകിയിരുന്നില്ല എന്ന് ഡിഐജി കണ്ടെത്തി. 2 വീപ്പകൾ മതിലിന് സമീപം വെച്ചായിരുന്നു ചാട്ടം. ഒരു വീപ്പ നേരത്തെ മതിലിന് സമീപമുണ്ടായിരുന്നു. പൊക്കമെത്തിക്കാൻ വേണ്ടി മറ്റൊരെണ്ണം കൂടി ഗോവിന്ദച്ചാമി എത്തിച്ചു. ജയിൽ ചാട്ടത്തിന് ആരുടെയും സഹായം കിട്ടിയില്ലെന്ന് പറയുമ്പോഴും അടി എങ്ങനെ മുറിച്ചു എന്ന കാര്യത്തിൽ ശാസ്ത്രീയ പരിശോധന വേണമെന്ന് ഡിഐജി ആവശ്യപ്പെട്ടു. ഗോവിന്ദച്ചാമി ജയിൽ ചാടാൻ തയ്യാറെടുത്ത ഗൂഢാലോചന അധികൃതർ അറിയാതെ പോയത് വീഴ്ചയാണെന്നും റിപ്പോർട്ടിലുണ്ട്. ഇക്കാര്യത്തിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടിന് വീഴ്ചയുണ്ടായി. CCTV നോക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനെ രോഗിക്കൊപ്പം ആശുപത്രിയിലേക്ക് അയക്കേണ്ടി വന്നത് ആൾക്ഷാമം മൂലമാണെന്നും ഡിഐജി റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ രാത്രിയോടെ ജയിൽ ഡിജിപിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ തുടർ നടപടികളുണ്ടാകും. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് നിലവിൽ 4 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.